ചായ. അവന്റെ സംസാരം കണ്ടാൽ തോന്നും ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടാനുള്ള ചർച്ചയിലാണ്. ഒരു കാര്യവുമില്ല, വെറുതെ ആരോടോ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടിയുടെ എന്തെങ്കിലും ചെയ്യട്ടെ അച്ഛാ. അച്ഛൻ ഇതിന് എപ്പോഴും എന്റെ പുറകെ നടക്കുന്നത്. ആര് നടക്കുന്നു? ഇങ്ങനെ വെറുതെ സംസാരിച്ചത് കൊണ്ട് ജീവിതം മുന്നോട്ട് പോകില്ല. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പണിയെടുക്കാൻ പറയണം. കുട്ടേട്ടൻ എന്തോ പുതിയ ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നു എന്നാ പറയുന്നത്. അപ്പോൾ എന്റെ കാശ് ഇനിയും പോകും. അവൻ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വന്നത്? ഒരു 2 മണിയായി കാണും. അതുവരെ എവിടെയായിരുന്നെന്ന് നീ ചോദിച്ചില്ലേ? എന്തോ ബിസിനസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. രാത്രി 2 മണിക്ക് മീറ്റിംഗോ? എന്തെങ്കിലും ചെയ്യട്ടെ അച്ഛാ. നീ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ വഷളാക്കുന്നത്. വിളിച്ചോ വിളിച്ചോ. അയ്യോ ഓമനക്കുട്ട, നീ ടെൻഷൻ അടിക്കാതെ, നീ ധൈര്യമായിട്ടിരിക്കേ. നിനക്ക് എന്റെ അവസ്ഥ മനസ്സിലാവാത്തോണ്ടാ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങണം. ഓ, ലോകത്ത് ഇങ്ങനെ ഒരു കാര്യം ആരും ചെയ്തിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. എടാ നീ ധൈര്യമായിട്ടിരിക്കേ, കുറച്ച് കഴിയുമ്പോൾ ഈ ടെൻഷനൊക്കെ മാറി നീ കൂളാവുന്നേ. എടാ, ഒന്നാമത്തെ കാര്യം എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലമാ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മെനിഞ്ഞാന്ന് പോയതിൻ്റെ അത്ര ടെൻഷൻ നിനക്ക് ഇന്നലെ ഉണ്ടായിരുന്നോ? ഇന്നാകുമ്പോൾ കുറച്ചുകൂടെ കൂളാവും. ഞാനല്ലേ പറയുന്നേ. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇന്ന് രാത്രി നീയും കൂടെ വാ. ഞാനോ? രാത്രിയല്ലേ, ഒരു കുഴപ്പമില്ല. ഇന്ന് ഒരു ദിവസത്തേക്ക് നീയും കൂടെ വന്നേ പറ്റൂ. വാ. രാത്രി അത് ശരിയാവൂല. ഒരു കുഴപ്പമില്ല, നീയും കൂടെ വരണം. എന്താ വെച്ചാ? ഓമനക്കുട്ടനായിരുന്നു. അത് മനസ്സിലായി. രാത്രിയിൽ എന്താ കാര്യമൊന്ന്? അവനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അപ്പൊ അതിന്റെ അന്വേഷണമായിട്ട് കുറച്ച് കറങ്ങേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഞാനും കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു. അതല്ലല്ലോ ഇച്ചായ, മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ രാത്രി പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഞാനെവിടെ പോവാ? ഇന്നലെ രാത്രി ഞാൻ രാത്രി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഇച്ചാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓമനക്കുട്ട സാറിന്റെ കാര്യം ചോദിച്ചത്. അവൻ പോയായിരുന്നു. അവനെ ഈ പുതിയ ബിസിനസ് അങ്ങനെ എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റൂല, അത് ഒന്ന് പഠിക്കണം. അവന് ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് രാത്രിയില്ല. രാത്രിയില്ല ക്ലാസ്സാ? നീ കേട്ടിട്ടില്ലേ ഈവനിങ് ക്ലാസ്സസ് ഒക്കെ? എടീ, രാവിലെ മൊത്തം ജോലി ചെയ്യുന്നവർക്ക് വൈകിട്ടാകുമ്പോൾ ക്ലാസ് ഒക്കെ ഉണ്ട്. അവർക്ക് പലതും പഠിക്കാനായിട്ട് വൈകിട്ട് ഈവനിങ് ക്ലാസ്സും നൈറ്റ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അവന് പരിചയമില്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലാണ് ചെന്ന് വെട്ടിയിരിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ആ ഡെലിക്കസി മാറാനായിട്ട് ഞാനും കൂടെ ചെല്ലുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇച്ചാൻ എന്ത് പറഞ്ഞു? ഓ, ഞാൻ പോകുന്നില്ല, ഞാൻ എങ്ങനെ പോകാനാ? ഓ, ഇച്ചാന്റെ ഭയങ്കര വലിയ കൂട്ടുകാരനല്ലേ, പോവായിരുന്നില്ലേ? രാത്രി ഞാൻ പോയാ നീ ഇവിടെ ഒറ്റയ്ക്കാവത്തില്ലേ? എന്നെ ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഇച്ചാന് പോണെങ്കിൽ ഇച്ചാൻ പോവും. ഞാൻ പറഞ്ഞു. ഇവക്കെന്താ പറ്റി? ഓ, സമ്മതിച്ച. ഓമനക്കുട്ടൻ നിൽക്ക്. എന്താണ് രാവിലെ മുതൽ ഒരു മുട്ടിഞ്ഞ ഫോൺ വിളി? ഫോൺ വിളിക്കേണ്ട കാര്യങ്ങൾക്ക് ഫോൺ വിളിച്ചല്ലേ പറ്റൂ. വിളിക്കേണ്ട കാര്യങ്ങൾക്ക് വിളിക്കണം, പക്ഷെ വിളിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ വിളിക്കാവൂ. എന്റെ അമ്മാവ ഒരു കാര്യം പറയട്ടാ, ഞാൻ രാവിലെ തന്നെ ഒരു 100 ടെൻഷനിൽ നിൽക്കുകയാണ്. അമ്മ ചുമ്മാ ഇട്ട് തലപ്പരാന്ന് എടുപ്പിക്കല്ലേ കേട്ടാ. ഓമനക്കുട്ടൻ, നീ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വന്നത്? അല്ല, കുറച്ച് വൈകിയായിരുന്നു. കുറച്ചല്ല, ഒരുപാട്. നീ ഇന്നലെ വന്നത് രാത്രി 2 മണി, മെനിഞ്ഞാന്ന് വന്നത് രാത്രി 12 മണി. ഇതുവരെ പകലായിരുന്നു നിന്റെ ഊരുതണ്ടൽ, ഇപ്പൊ രാത്രിയിലുമായോ? മാവായി, എനിക്ക് എന്റേതായ കാര്യങ്ങളില്ല. എനിക്ക് ചിലപ്പോ പകലെന്ന രാത്രി നോക്കേണ്ടി വരില്ല, ചിലപ്പോ രാത്രിയും പോകേണ്ടി വരും. രാത്രി പോകുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല, സൂക്ഷിക്കണം. ഓ ശരി, സൂക്ഷിക്കാം. ഇത് ശരിയാവത്തില്ല. എന്റെ മുത്തല്ലേ നീ? നീ ഇല്ലാതെ ജീവിക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. കഴിഞ്ഞ 2 ദിവസം ഉണ്ടല്ലോ, നിന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ശാലിനി, ഇനി ഈ ജന്മം നീ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിനക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ഞാൻ ഉപേക്ഷിക്കും. എടാ
നമ്മുടെ ഈ ബന്ധത്തെ പറ്റി ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. ആരും നമ്മളെ തിരിച്ചറിയാത്ത ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഇണക്കുരുവികളെ പോലെ നമുക്ക് കഴിയാം. മോളെ സുലോചനെ, എന്താ അച്ഛാ? ഇന്നലെയും മെനിഞ്ഞാന്ന് രാത്രിയിലും ഓമനക്കുട്ടൻ എവിടെയായിരുന്നെന്നാ പറഞ്ഞത്? എന്തോ ബിസിനസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ മീറ്റിംഗ് അത്ര ശരിയായ മീറ്റിംഗ് അല്ലല്ലോ. എന്താ അച്ഛാ? മോളെ, നീ അവന്റെ ഭാര്യയല്ലേ? ഒരു ഭർത്താവിന്റെ ഇടപാടിനെ കുറിച്ചും പോക്കുവരവിനെ കുറിച്ചും ഭാര്യയായി നീയല്ലേ അന്വേഷിക്കേണ്ടത്? മനസ്സിലായില്ല. മോളെ, ഒരു അച്ഛൻ മകളോട് സംസാരിക്കുന്നതിൽ ചില പരിധികളുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നാണ് പ്രമാണം. അച്ഛൻ കാര്യം പറയേ. ഓമനക്കുട്ടന്റെ ഈ പോക്കിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. മനസ്സിലായി. കുട്ടേട്ടൻ പുതിയ ബിസിനസ് തുടങ്ങുമ്പോ അച്ഛൻ്റെ പൈസ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? കുട്ടേട്ടന് അച്ഛൻ്റെ 5 പൈസയുടെ സഹായം എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞു. ഇപ്പൊ നടത്തുന്ന അവന്റെ ഈ ബിസിനസ്സിന് എന്റെ പൈസ ആവശ്യമില്ലായിരിക്കും. പക്ഷെ ആ ബിസിനസ് കഴിയുമ്പോ ചിലപ്പോ ആവശ്യം വന്നേക്കും. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് കേട്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. നീ അവന്റെ മുറിയിലോട്ട് ചെന്ന് നോക്ക്. പിന്നെ ഇവിടെ 100 കൂടെ ജോലി അടക്കുമ്പോഴാണ് ഞാൻ പിന്നെ മുറിയിലോട്ട് പോകാം. ജോലി പിന്നെ ആയാലും ചെയ്യാം. അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജോലി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ചെല്ല്. അയ്യോ, എന്താ ഭയങ്കര ആലോചനയില്? ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു. ചില പുതിയ കാര്യങ്ങൾ. എന്താ? അത് നീ പറയണ്ട. അത് അറിയാറാവുമ്പോ ഞാൻ പറയാം. അത് അറിയുമ്പോണ്ടല്ലോ നീ ഞെട്ടും. കുട്ടിയുടെ ഇതുപോലെ ഓരോന്ന് പറയും, അവസാനം പുതിയ ബിസിനസ് തുടങ്ങും, അത് പൊട്ടും. അപ്പോഴേക്കും ഞാൻ ഞെട്ടും. അതെ അതെ, എന്റെ ഈ കരുനാക്കെടുത്തൊന്ന് വളയ്ക്കാതിരിക്കുവോ? നീ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തുടങ്ങിക്കോളും. എന്തായിരുന്നാലും എൻ്റെ ഇപ്രാവശ്യത്തെ ഈ ആലോചനകളുണ്ടല്ലോ, അത് നടക്കും. അത് നടന്നു കഴിയുമ്പോണ്ടല്ലോ എൻ്റെ അച്ഛനില്ലേ, അങ്ങേരെ അഹങ്കാരം അതോടെ തീർന്നു കിട്ടും. അതെ, ഇന്നലെ മെഞ്ഞാന്ന് ലേറ്റായി വന്നേനെ അച്ഛൻ ആകെ കലിപ്പില്ല. രാത്രി എന്ത് പരിപാടിയെന്ന് അച്ഛൻ ചോദിച്ചു. അത് പിന്നെ രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രിയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ വേണ്ടത്? അവൻ എന്തു പറഞ്ഞു? എന്തോ ഒരു പുതിയ ബിസിനസിന്റെ കാര്യം, ഭയങ്കര ആലോചനയില്ല. പുതിയ ബിസിനസ് ഒക്കെ തന്നെയാ, പക്ഷെ അത് നേരായ മാർഗത്തിലൂടെയാണോ എന്നതാണ് സംശയം. എന്താ അച്ഛാ പറയുന്നത്? കുട്ടിയുടെ നേരെ മാർഗത്തിലുള്ള അല്ലാത്ത ഒരു ബിസിനസ്സും ചെയ്യൂല. ഇപ്പോഴത്തെ പുതിയ കാര്യം കേട്ടപ്പോഴേ ഞാൻ ഞെട്ടുമെന്നാ പറഞ്ഞത്. ഞെട്ടും, നീ എന്നല്ല ആര് കേട്ടാലും ഞെട്ടും. പക്ഷെ അതവൻ നിന്നോട് പറയുമോ എന്നാണ് എന്റെ സംശയം. അങ്ങനെ എന്നോട് പറയാതിരിക്കൂ. മോളെ, നിന്റെ ചുറ്റും നടക്കുന്നൊന്നും നീ അറിയുന്നില്ല. ഇത് വലിയ കുഴപ്പത്തിലേ ചെന്ന് അവസാനിക്കും. എന്തിനാ അച്ഛൻ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും കുട്ടേട്ടനെ കുറ്റം പറയുന്നത്? കുട്ടേട്ട എന്തെങ്കിലും പുതിയ തുടങ്ങുമ്പോഴേക്കും അച്ഛൻ എതിരി പറയും. പാവ കുട്ടേട്ട, എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടോട്ടെ അച്ഛ. അവൻ രക്ഷപ്പെടുമ്പോഴേക്കും നീ വഴിയാധാരമാകുമെന്നുള്ള കാര്യം നീ മനസ്സിലാക്കുന്നില്ലല്ലോ. കഷ്ടം. ഇനിയിപ്പോ എന്താ ചെയ്യുക? നമസ്കാരം മാഷെ. ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എനിക്ക് ഓമനക്കുട്ടനെ ഒന്ന് കാണണമായിരുന്നു. ഓമനക്കുട്ടനെ ഇങ്ങനൊരു അവസ്ഥയിൽ കാണാൻ പറ്റുമോ എന്നാണ് എന്റെ സംശയം. എന്തു പറ്റി മാഷെ? അല്ല, കുറച്ച് ദിവസങ്ങളായി അയാൾ നല്ല തിരക്കിലാണ്. ഏതെങ്കിലും സമയത്ത് വീട്ടിൽ കയറി വന്നാ വന്നു, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് അവസ്ഥ. ആഹാ, അതെന്താ അങ്ങനെ? എനിക്ക് ഡോക്ടറോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്താ സംസാരിക്കാമല്ലോ. ഒരു സെക്കൻഡ്. ആലിസേ, ലംബോദര മാഷ് വന്നിട്ടുണ്ട്. ഒരു ചായ എടുക്കാവോ? ചായ കുടിക്കുന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ കുടിക്കാറില്ല, എന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ചായ ആകാം. ആ മാഷോ? മാഷിനൊരു ചായ എടുക്ക. മാഷ് കുടിക്കോ? ചില സമയങ്ങളിൽ ആരായാലും ചായ കുടിച്ചു പോകും. ഒരു ചായ ആകാം. സുലോചന എന്തെടുക്കുന്നു മാഷെ? എത്ര നാളായി ഇങ്ങോട്ട് കണ്ടിട്ട്? വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കാതെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ. വീട്ടിൽ തന്നെ ഇരുന്ന ബോറടി ആയിരിക്കും. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അധികം താമസിക്കാതെ ബോറടി മാറി കിട്ടും. ആ ലിസ്റ്റില്ലേ,
എനിക്ക് ഡോക്ടറോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചെൽ ചായ എടുക്കേ. എന്താ മാഷെ? ഡോക്ടറും ഓമനക്കുട്ടനും വർഷങ്ങളായി പരിചയക്കാരല്ലേ? പിന്നെ അവരുടെ വിവാഹത്തിന് മധ്യസ്ഥ നിന്നും ഡോക്ടറാണ്. ഞാനാ? ഈ ഓമനക്കുട്ടന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുള്ളതായി ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്നാലുണ്ട്. ആ അല്ല, ഞാനതെങ്ങനെ ഡോക്ടറോട് പറയും എന്നതാണ് ഇപ്പൊ എന്റെ വിഷമം. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്. മാഷെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഓമനക്കുട്ടനെ ഏതോ പ്രേമത്തിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം. ആര്? ഓമനക്കുട്ടനോ? ശേ, മാഷിന് വെറുതെ തോന്നുന്നതാ. സത്യം. മെനിഞ്ഞാന്ന് രാത്രി അയാൾ വീട്ടിൽ കയറി വന്നത് രാത്രി 12 മണി. ആ, ഇന്നലെ ആയപ്പോ അത് വീണ്ടും വൈകി. എന്താണെന്ന് കാര്യമെന്ന് ചോദിച്ചപ്പോ അയാൾ ഉഴപ്പിക്കളഞ്ഞു. നീ ഇന്നലെ രാത്രി എത്ര മണിക്കാണ് വന്നത്? അല്ല, കുറച്ച് വൈകിയായിരുന്നു. കുറച്ചല്ല, ഒരുപാട്. നീ ഇന്നലെ വന്നത് രാത്രി 2 മണി. മെനിഞ്ഞാന്ന് വന്നത് രാത്രി 12 മണിക്ക്. ഇതുവരെ പകലായിരുന്നു നിന്റെ ഊരുതണ്ടൽ. ഇപ്പൊ രാത്രിയിലുമായോ? മാബായി, എനിക്ക് എന്റേതായ കാര്യങ്ങളില്ല. ഇനി ചിലപ്പോ പകലെന്ന രാത്രി നോക്കേണ്ടി വരില്ല, ചിലപ്പോ രാത്രിയും പോകേണ്ടി വരും. രാത്രി പോകുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല, സൂക്ഷിക്കണം. വെറുതെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? രാവിലെ തൊട്ട് ഓമനക്കുട്ടൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പൊ ഒരു നേരം പോക്കിന് പോയതായിരിക്കും. ആ നേരം പോക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് എന്റെ പ്രശ്നവും. നമ്മുടെ ഈ ബന്ധത്തെ പറ്റി ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. ആരും നമ്മളെ തിരിച്ചറിയാത്ത ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഇണക്കുരുവികളെ പോലെ നമുക്ക് കഴിയാം. സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ. മാത്രവുമല്ല, ഈയിടെയായി അയാൾക്ക് ഫോൺ ചെയ്യൽ കൂടി വരികയാണ്. ഫോൺ വന്നു കഴിഞ്ഞാൽ വീടിന് വെളിയിലിറങ്ങി ഗേറ്റിനടുത്ത് പോയി നിന്ന് സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ സംശയിക്കാൻ തുടങ്ങിയാൽ എന്തിനേയും സംശയിക്കാം. എനിക്ക് തോന്നുന്നില്ല ഇത് മറ്റെന്തെങ്കിലും ആണെന്ന്. ഇതിനെല്ലാത്തിനും കാരണം ആ സുലോചനയാണ്. ഭർത്താക്കന്മാർ മറ്റൊരു പെണ്ണിന്റെ പുറകെ പോകാതെ നോക്കേണ്ടത് ഭാര്യമാരുടെ ഉത്തരവാദിത്തമാണ്. മാഷിക്കാരൻ സുലോചനയോട് പറഞ്ഞോ? ഇത്തരം കാര്യങ്ങളൊക്കെ സ്വന്തം മകളോടൊരു അച്ഛൻ എങ്ങനെ പറയും? അവൾക്കാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമില്ല. മാഷിന് വെറുതെ തോന്നുന്നതായിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നേ. എന്റെ പൊന്നു ഡോക്ടറെ, ഞാനും ഈ പ്രായം കഴിഞ്ഞ് തന്നെയാണ് വന്നത്. ഞങ്ങളുടെ കാലത്തും പ്രേമമുണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ സ്വന്തം ഭാര്യയെ വീട്ടിലിരുത്തിയിട്ട് അന്യ പെണ്ണുങ്ങളുടെ രാത്രി കറങ്ങാൻ നടക്കുന്നത് ശരിയല്ല. നമുക്ക് അന്വേഷിക്കാം. ആ പിന്നെ മാഷെ, ഇക്കാര്യം ആലീസിനോട് പറയണ്ട. അതെന്താ? അത് പ്രശ്നമാ. ആ എന്നാ മാഷെ. എന്താ മാഷെ പിന്നെ പുതിയ വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാ, വിശേഷം മാഷ് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞതാ. ഒരുപാട് വിശേഷമുണ്ട്. എന്തിനാ ഇപ്പൊ 2 പ്രാവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ. ആ വിശേഷമൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ഓമനക്കുട്ടൻ സാറിന്റെ പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അവന്റെ ബിസിനസ് അതാണിപ്പോ എന്റെ തലവേദന. അതായത് മാഷ് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, മാഷ് ആ ബിസിനസ്സിൽ പണം മുടക്കുന്നുണ്ട്. ആ ബിസിനസ്സിന് എന്റെ പട്ടി കാശ് മുടക്കും. മാഷെ, മരുമോന്റെ ബിസിനസ്സിൽ അമ്മായിയച്ഛൻ കാശ് മുടക്കുക എന്ന് പറഞ്ഞാൽ അമ്മായിയച്ഛന്റെ കടമയല്ലേ അതല്ലേ? ഡോക്ടർ എന്താണ് ഈ പറയുന്നത്? അല്ല, നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് വിശദമായിട്ട് സംസാരിക്കാമല്ലോ. ഇപ്പൊ എനിക്ക് ഓഫീസിൽ പോകാൻ സമയം. നീ ആഹാരം എടുത്ത് നോക്ക്. ചെല്ല് ചെല്ല് ചെല്ല്. ഇത് കൂടി കൊണ്ടുപോയിക്കോ. ശരി മാഷെ. ഓ ഓ ആയിക്കോട്ടെ. എന്റെ മാഷ് ധൈര്യമായിട്ടിരിക്കും, നമുക്ക് അന്വേഷിക്കാന്നേ. ഞാനല്ലേ പറയുന്നത്. ഞാൻ എന്തെങ്കിലും അറിഞ്ഞാല് ഞാൻ മാഷിനെ വിളിച്ച് പറയാം. മാഷ് ഇപ്പൊ ചെന്നാട്ടെ. ശരി എന്നാ. ശരി. ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്നിരിക്കുവാണ്. ആഹാരം ഉണ്ടാക്ക്. ഇവിടെ ഇരിക്കച്ചായ. എന്തിനാ? എനിക്ക് ഓഫീസിൽ പോകാൻ സമയം ഇരിക്കാൻ സമയമില്ല. ഓഫീസിലൊക്കെ പോകാം, എനിക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. എന്നാ? അവിടെ ഇരിക്കാൻ. എന്താ ഓമനക്കുട്ടൻ സാറുമായിട്ട് പുതിയ ബിസിനസ്? അത് ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞില്ലല്ലോ. രാത്രിയിൽ എന്തോ ക്ലാസ്സിന് പോണ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അത് പിന്നെ കള്ളനോട്ടടിയാണോ? അല്ല, രാത്രി ആയതുകൊണ്ട് ചോദിച്ചതാ. ബാങ്ക് കൊള്ള, പിന്നെ പകല് ചെയ്യാതെ രാത്രി മാത്രം ചെയ്യുന്ന വേറൊരു ബിസിനസ് ഉണ്ട്, അതാണോ? എന്തുവാടി? എടി ഞാൻ പറഞ്ഞല്ലോ, ഈ ബിസിനസ് പകല് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കാൻ രാത്രിയിൽ പോകുന്നേ ഉള്ളൂ. ഇതൊന്നും പഠിക്കാതെയാണോ ഓമനക്കുട്ടൻ സാർ ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? ആ സുലോചനയോട് പറ, ആ പെണ്ണ് പഠിപ്പിച്ചു കൊടുക്കും. ആലിസെ, അവരായി അവരുടെ പാടായി. അവർ ബിസിനസ് ചെയ്യാതിരിക്കുക, എന്ത് വേണേ ചെയ്തോട്ടെ. നമ്മളെന്തിനാ അവരുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നേ? അപ്പൊ പിന്നെ ഇച്ചായൻ ഇന്ന് രാത്രി കൂട്ടിയല്ല എന്ന് പറഞ്ഞതോ?
കൂട്ടു ചെല്ലാന്ന് പറഞ്ഞില്ല, കൂട്ടു ചെല്ലാമോ എന്ന് അവൻ ചോദിച്ചു എന്നോട്. ഹാ, ഇത്തരം ബിസിനസ്സിനൊക്കെ ആളെ കൂട്ടിയിട്ടാണോ ഇച്ചായ പോകേണ്ടത്? എത്തരം ബിസിനസ്? ദേ വെറുതെ ഉരുണ്ട് കളിക്കല്ലേ. ഇച്ചാനും ആ ലംബോദരൻ മാഷും കൂടെ സംസാരിക്കുക ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കേട്ടതാണ്. ഓമനക്കുട്ടൻ സാറും ഏതോ ഒരു പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നത് ലംബോദരൻ മാഷ് ഒളിഞ്ഞു നിന്ന് കേട്ടു. ഇച്ചായൻ അതിനെ പറ്റിയിട്ട് ഒന്ന് ഓമനക്കുട്ടനോട് സംസാരിക്കണമെന്നും അങ്ങേര് പറഞ്ഞു. അതും ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടു. അല്ല, അത് നീ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇച്ചായ, ആലീസ് അറിഞ്ഞ പ്രശ്നമാവുമെന്ന് ഇച്ചായൻ പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞ പ്രശ്നമാകുന്ന എന്ത് ബിസിനസ്സാണ് ഓമനക്കുട്ടൻ സാർ ചെയ്യുന്നത്? ഇച്ചായ, സത്യം പറയുന്നതാ ഇച്ചായന് നല്ലത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഞാൻ ഏഷണിക്കാരിയായി, അസൂയക്കാരിയായി. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്തുവാ? ഛേ, ഓർത്തിട്ടൊരു നാണക്കേടാ. എന്തുവാടി ഇത്? ഞാൻ പറയാം, ചെറിയ കാര്യങ്ങൾ അങ്ങ് വഷളാക്കുക. എന്നാ പറ. കാര്യം എന്താണെന്നറിയാൻ സുലോചന എന്നെ അയപ്പിച്ചിരിക്കുന്നത്. സുലോചന ഇവിടെ നടന്ന സകല കാര്യങ്ങളും ഞാൻ സുലോചന അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ ഇത് സുലോചനയോട് പറഞ്ഞോ? പറഞ്ഞ്. ഭാര്യമാരറിയാതെ വെളച്ചിലെടുക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും ഇതൊരു പാടായിരിക്കട്ടെ. എന്റെ കർത്താവേ! ഇനി നിന്ന് മോങ്ങിട്ട് എന്താ കാര്യം? അവന്റെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുന്നത് നീയല്ലേ? ഭർത്താവ് എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു നോക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്കാണോ? എന്നാലും കുട്ടിയുടെ എന്നോട് ഇത് ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവന്റെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുന്നത് നീയല്ലേ? ഒരു ജോലി ഉണ്ടായിരുന്നതിന് പോകാതെ ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് തോന്നിവാസം പോലെ നടന്നു. ബിസിനസ് എന്നും പറഞ്ഞ് എന്റെ ലക്ഷങ്ങൾ പൊട്ടിച്ചു. അപ്പോഴും നീ അവന് കൂട്ടുനിന്നു. എന്ത് ചെയ്താലും നീ അവന് കൂട്ടു നിൽക്കുമെന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് അവൻ ഈ തോന്നിയത് പോലെ നടന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? എന്നാലും അച്ഛൻ എന്നോട് ചോദിക്കാതെ പോയി ജോർജ് കുട്ടിയോട് പറഞ്ഞില്ലേ? എന്നോട് ചോദിച്ചാൽ ഞാൻ കുട്ടിയോട് ചോദിക്കുമായിരുന്നല്ലോ. അത് പറയാനല്ലേ രാവിലെ ഞാൻ വന്ന് പറഞ്ഞത് അവന്റെ ബെഡ്റൂമിൽ പോയി നോക്കാൻ. അപ്പൊ നീ നോക്കിയിട്ട് വന്ന് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവൻ ഫോൺ ചെയ്യുന്ന ഞാൻ കേട്ടത് കൊണ്ടല്ലേ ഞാൻ നിന്നോടൊന്ന് പറഞ്ഞത്. നോക്കിക്കോ, എന്നെ ചതിച്ചിട്ട് വേറെ പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ സത്യമായിട്ട് ഞാൻ തൂങ്ങിച്ചാവും. ബെസ്റ്റ്. അവൻ തോന്നിയവാസം കാണിച്ചിട്ട് നീ എന്തിനാ തൂങ്ങിച്ചാവുന്നത്? ചെന്നവന്റെ മുഖത്ത് നോക്കി ചോദിച്ച് കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്ക്. അതാണ് പരിഹാരം. ഇനി എന്തോന്ന് ആലോചിക്കാൻ? നിനക്ക് വൈകി പറ, ഞാൻ പോയി കാരണം മുളക്ക ഒരെണ്ണം പൊട്ടിക്കാൻ. അല്ല പിന്നെ. പക്ഷെ നീ അത് ചെയ്താലേ മേലിൽ അവൻ ആവർത്തിക്കാതിരിക്കും. കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് കിട്ടണം, എങ്കിലേ പഠിക്കൂ. വാച്ചാ, എന്റെ മുത്തല്ലേ നീ? നീ ഇല്ലാതെ ജീവിക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്നാലും കുട്ടിയുടെ എന്നോട് ഇത് ചെയ്തല്ലോ അച്ഛാ. കഴിഞ്ഞ 2 ദിവസം ഉണ്ടല്ലോ, നിന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സമയമായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ? കഴിഞ്ഞ 2 ദിവസം രാത്രിയിൽ അവൻ എവിടെയായിരുന്നു? നീ എന്താ പറഞ്ഞത്? അവൻ മീറ്റിംഗിന് പോയിരിക്കണം. ഇതാണ് അവന്റെ മീറ്റിംഗ്. എന്റെ പ്രിയപ്പെട്ട ശാലിനി, ഇനി ഈ ജന്മം നീ ഇല്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിനക്ക് വേണ്ടി എനിക്കുള്ളതെല്ലാം ഞാൻ ഉപേക്ഷിക്കും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൾക്ക് വേണ്ടി അവനുള്ളതെല്ലാം ഉപേക്ഷിക്കുമെന്ന്. അതിന് അവൻ എന്തിരിക്കുന്നു? ആകപ്പാടുള്ളത് നീയാ. നിന്നെ ഉപേക്ഷിക്കുമെന്ന് അവൻ പറഞ്ഞത്. നമ്മുടെ ഈ ബന്ധത്തെ പറ്റി ആരെങ്കിലും അറിയുന്നതിന് മുമ്പ് നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം. ആരും നമ്മളെ തിരിച്ചറിയാത്ത ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ഇണക്കുരുവികളെ പോലെ നമുക്ക് കഴിയാം. അല്ല, ഇവൻ ഇതേ ഡയലോഗാണല്ലോ രാവിലെയും പറഞ്ഞത്. ചേട്ടാ, ഒരു പെണ്ണിനോട് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവനെന്താ തലയ്ക്ക് സുഖമില്ലേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. കുട്ടേട്ടൻ ഒളിച്ചോടി പോകുന്നല്ലേ പറയുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചല്ലേ കുട്ടേട്ടന്റെ കൈയും കാലും തല്ലി ഓടിക്കും. പെണ്ണും ഒളിച്ചോടി പോയത് പോലെ തന്നെ. എന്റെ മുത്തല്ലേ നീ ഇല്ലാതെ ജീവിക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ കൂടെ കറ്റില്ലെന്നല്ലോ, പറ്റില്ല. കഴിഞ്ഞ ദിവസം ഓഹോ, അവളോട് പറയാനുള്ളതെല്ലാം കാണാതെ പഠിക്കുകയാണല്ലേ? അവളാ? ഏതവള്? ശാലിനി. ശാലിനിയാ? ശാലിനി അല്ലേ ഈ നാടകത്തിലെ നായിക? ഏത് നാടകം? അറിഞ്ഞില്ലേ? അയ്യോ അമ്മാവ, എടി ഈ ഓണത്തിനെ നമ്മുടെ ക്ലബിലൊരു നാടകമുണ്ട്. ഞാനാണ് അതിൽ നായകനായിട്ട് അഭിനയിക്കുന്നത്. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ജോർജ് കുട്ടി പറഞ്ഞു എനിക്ക് പറ്റിയ റോളാണ്, ഞാൻ തന്നെ ഇത് ചെയ്യണമെന്ന്.
അപ്പൊ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താ ഇതൊക്കെ എന്നോട് പറയാത്തത്? ഇത് എനിക്ക് പറ്റിയ പണിയാണോ എന്ന് നോക്കണ്ടേ. ഒന്ന് എന്റെ കയ്യിൽ സിങ്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറയാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ഇന്നലെയും മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ ഫുള്ള് റിഹേഴ്സൽ ആയിരുന്നു. സംഗതി കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അമ്മ നോക്കിക്കോ, ഈ നാടകത്തിലെ ഞാൻ ഒരു കലക്കും. പറയാൻ പറ്റില്ല, ചിലപ്പോഴേ ഈ നാടകം കഴിഞ്ഞ് നേരെ അങ്ങ് സിനിമയിലോട്ട് വെച്ചടിച്ച് കയറി പോകാനും മതി. അമ്മാവാ ഞാൻ പൊളിക്കും, അമ്മാവാ പൊളിക്കും. അല്ല, നിങ്ങളെന്തോന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്തോ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഡയലോഗ് പറയാൻ ഒരു ചമ്മല് പോലെ. ഞാൻ പുറത്തു പോയി പഠിക്കാമേ. എന്റെ മുത്തല്ലേ നീ ഇല്ലാതെ ജീവിക്കുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. എന്തിന്റെ സൂക്കേടാ അച്ഛന്? വെറുതെ ഇരുന്ന കുട്ടേട്ടനെ പറ്റി ജോർജിയുടെ അടുത്ത് അനാവശ്യം പറഞ്ഞു കൊടുത്തു. ഞാനിനി ആലീസിനെ മൊത്തം എങ്ങനെ നോക്കും? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. നീ കാര്യം ഓമനക്കുട്ടനോട് പറയാൻ നിൽക്കണ്ട. ഞാൻ പറയണ്ട, ജോർജൂട്ടി പറഞ്ഞോളൂ. പറയൂ. പറയും.